ഹൈസ് ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും കാലമായിട്ട് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. ഇനി 9ാം ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കാൻ പോവാണ്, ഹെറോൺസ് ഫോർമുല എന്ന് പറയാട്ടോ. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു ട്രയാംഗിളിന്റെ 3 സൈഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ട്രയാംഗിളിന്റെ ഏരിയ ഫോം ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷൻ എന്താണ് പറഞ്ഞതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് വേഗം ഒരു എക്സാമ്പിൾ നോക്കാട്ടോ. ഓക്കെ, അപ്പൊ ഒരു ട്രയാംഗിളിന്റെ സൈഡ് എ ബി സി ആണെങ്കിൽ ഹെറോൺസ് ഫോർമുല അനുസരിച്ച് ട്രയാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. അങ്ങ് പഠിച്ചു വെച്ചോളാം. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാവും. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ എയും ബിയും സിയും ഒക്കെ നമ്മുടെ ട്രയാംഗിളിന്റെ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് എന്താ? എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്, ചുറ്റളവിന്റെ പകുതി. നിങ്ങൾ ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ച് അതിന്റെ ഹാഫ് ആക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 15, 4, 13 ഇങ്ങനെയാണ് ഒരു ട്രയാംഗിളിന്റെ സൈഡുകൾ ഉള്ളത്. ഈ സൈഡ് വരുന്ന ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഏരിയ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതിൽ എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതി. ഈ 3 സൈഡും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. 15ഉം ഈ 13ഉം കൂടെ 28, 28ഉം 4ഉം കൂടെ 32. സോ 32ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 16 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഈ ഇക്വേഷനിൽ വാല്യൂ അപ്ലൈ ചെയ്താൽ എസിന്റെ സ്ഥലത്തൊക്കെ നമുക്ക് 16 എന്ന് കൊടുക്കാം. ഏരിയ ഈസ് ഈക്വൽ റൂട്ട് 16 ഇൻറ്റു പിന്നെന്താ ഉള്ളത്? എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്. സോ 16ന് ഈ 15 കുറച്ചാൽ നമുക്ക് ബാക്കി 1 എന്ന് കിട്ടും. അതേപോലെ 16ന് 13 കുറച്ചാൽ ബാക്കി നമുക്ക് 3 എന്ന് കിട്ടും. പിന്നെ എത്രയുള്ളത്? 16ന് ഈ 4 കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ബാക്കി എത്ര കിട്ടുന്നു? 12 എന്ന് കിട്ടുന്നു. ഈ വാല്യൂ സോൾവ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടാം. എങ്ങനെയാ സോൾവ് ചെയ്യുക? റൂട്ടിന്റെ അകത്ത് ഒരു 16, അത് കഴിഞ്ഞാലോ റൂട്ട് 16 4 എല്ലാവർക്കും അറിയില്ലേ? അത് നമുക്ക് സിമ്പിൾ ആണ്, അത് അവിടെ വെച്ചോട്ടെ. റൂട്ട് 16 ഉണ്ട് ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3. ഇനി നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ റൂട്ട് 16 4 ആയിരിക്കും. ബാക്കിയോ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുത്താൽ 1 തന്നെ. ബാക്കി എത്രയാ? ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3. 3 ഇൻറ്റു 3 9. 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3 ആയിരിക്കും. സോ ലാസ്റ്റ് ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ആൻസർ 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24 ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ.